ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സർക്കാർ ജീവനക്കാർ കൈമാറുന്ന വ്യക്തിപരമായ ഫോൺ നമ്പറുകൾ സർക്കാരിന്റെ പബ്ലിക് റിലേഷന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നലെ നിരവധി സർക്കാർ ജീവനക്കാർ ചോദിച്ച ചോദ്യമാണിത്. സർക്കാർ ജീവനക്കാർക്ക് DA അനുവദിച്ച് നൽകിയ സർക്കാരിന് കരുതൽ തുടരാൻ അനുവദിക്കണമെന്നാണ് സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച സന്ദേശം. തുടർ ഭരണത്തിനാണ് ഇതെന്ന് വ്യക്തമാണ്. ഡാറ്റ മോഷ്ടിച്ചു എന്നാരോപിച്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട് UDF അനുകൂല സർവീസ് സംഘടനകൾ. പിണറായിയുടെ PR നിയമപരമാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് നിതിൻ കണിച്ചേരി, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നേതാവ് ഇർഷാദ് എന്നിവർ. ആദ്യം നിതിനിലേക്ക്. നിതിൻ, ഈ ജീവനക്കാർക്ക് ലഭിച്ച സന്ദേശത്തിൽ പറയുന്നത് DA അനുവദിച്ചിട്ടുണ്ട്, അത് സർക്കാരിന്റെ പ്രത്യേകമായ ഒരു കരുതലിന്റെ ഭാഗമാണ്, ആ കരുതൽ തുടരാൻ അനുവദിക്കണമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അപ്പോൾ സർക്കാരിനെ തുടരാൻ അനുവദിക്കണമെന്ന് ജീവനക്കാരോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു സർക്കാർ ജീവനക്കാരൻ അയച്ചത്, ഞാൻ ഈ ഫോൺ നമ്പർ സ്പാർക്കിൽ മാത്രമേ കൊടുത്തുള്ളൂ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചു. ഈ PR പരിപാടി, PR ഒരു തെറ്റായ പരിപാടിയൊന്നുമല്ല, സർക്കാരിന് PR ചെയ്യാം. പക്ഷേ ജീവനക്കാരെ സ്വകാര്യ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നത് നിയമപരമാണ്. തീർച്ചയായും ഇതിൽ എവിടെയാണ് ഡാറ്റ ചോർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള എവിടെയാണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നു. ആ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? 23% DA അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച DA ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശമ്പളത്തിൻ്റെ ഒപ്പം തന്നെ നൽകുന്നതാണ്. ആ DA അനുവദിച്ചിട്ടുള്ള ഈ സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കരുതൽ തുടരും എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാൽ ഭരണത്തിൻ്റെ തലവനാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഡാറ്റയുടെ ചോർച്ചയായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വകാര്യതയുടെ ലംഘനമായി എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ എന്നല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും ഡാറ്റയും വിവരങ്ങളും എല്ലാം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാരിൻ്റെ ഇപ്പോൾ സ്പാർക്കിൽ മാത്രമല്ല, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്ത് നോക്കിയാൽ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ഒരു നിമിഷം, ഇതെല്ലാം പറയുമ്പോൾ ഒരു നിമിഷം, എനിക്കൊരു സർക്കാർ ജീവനക്കാരൻ അയച്ച മെസ്സേജ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് രാവിലെ എൻ്റെ വ്യക്തിപരമായ വാട്സപ്പിൽ വന്ന മെസ്സേജാണിത്. സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നത്. സർക്കാർ ജീവനക്കാർ DA DR വർധനവും ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ച് ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിലുള്ളത്. അതിലെനിക്ക് സന്തോഷമുണ്ട്, അത് അനുവദിച്ച സർക്കാരിൻ്റെ നടപടിയിൽ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത്, ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സർക്കാർ ഡാറ്റാബേസിൽ സ്പാർക്ക് പോലുള്ളവയിൽ നമ്മൾ നൽകുന്ന ഫോൺ നമ്പറുകൾ നമ്മുടെ യാതൊരുവിധ സമ്മതവും കൺസെൻറ്റ് ഇല്ലാതെ ഇത്തരം ബൾക്ക് മെസ്സേജിങ് ക്യാമ്പയിനുകൾക്കും PR വർക്കുകൾക്കും ഉപയോഗിക്കുന്നത് കടുത്ത സ്വകാര്യതാ ലംഘനമല്ലേ? ഇതൊരു സർക്കാർ ജീവനക്കാരൻ എന്നോട് വ്യക്തിപരമായി ചോദിച്ചതാണ്. അപ്പോൾ കൺസെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് സ്പാർക്കിൽ അവരുടെ ശമ്പളം വാങ്ങാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് എങ്ങനെയാണത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനൊരു ബൾക്ക് മെസ്സേജിങ്ങിന് PR പ്രോസസ്സിന് വേണ്ടി ആ നമ്പർ ഉപയോഗിക്കുമ്പോൾ ഈ വ്യക്തികളുടെ കൺസെൻറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അല്ല, അതിൽ അജിംസ് പറഞ്ഞതിലൊരു പിശകുണ്ടെന്ന് തോന്നുന്നു. ശമ്പളം വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല സ്പാർക്കിൽ ഇത് കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ, അതുപോലെ തന്നെ അവരുടെ ജോലി, ലീവ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്പാർക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ആ സ്പാർക്കിൽ വ്യക്തിഗതമായ വിവരങ്ങൾ, ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകൾ, ഇതെല്ലാം എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സ്പാർക്കിൽ അപ്ഡേറ്റ് ആണ്. അത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവീസിലുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്കറിയാം, സർവീസ് ബുക്കൊക്കെ പോലെ തന്നെ വളരെ പ്രധാനമായും സർക്കാരിൻ്റെ ഒരു രേഖയെ അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ്റെ എല്ലാ രേഖകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ സംവിധാനം. ഇനി നിങ്ങൾ നോക്കൂ, ഇതിലിപ്പോൾ നിങ്ങൾ പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഒരു LDFൻ്റെ, അതുകൊണ്ട് നിങ്ങൾ LDFന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ CPIMൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ആവശ്യമാണ് സർക്കാർ ജീവനക്കാരോട് പറയുന്നതെങ്കിൽ താങ്കൾ പറഞ്ഞ് മനസ്സിലാക്കാം. ജീവനക്കാരെ എങ്ങനെ അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ടോ, അതോ ഇത് പ്രത്യേകമായി ചെയ്യുന്നതാണോ? ഇനി മുതൽ അത് തുടരുമോ? അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഇത് മാത്രമല്ല, ഇപ്പം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു. ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചാലും റിസർവ് ബാങ്കിൽ നിന്ന് ഞാനിപ്പോൾ റിസർവ് ബാങ്കിന് നേരിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല. റിസർവ് ബാങ്കുമായിട്ട് അങ്ങനെ നേരിട്ട് എനിക്ക് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ റിസർവ് ബാങ്കിൽ നിന്ന് എനിക്ക് റിസർവ് ബാങ്കിൻ്റെ ഇതിൽ നിന്ന് വരികയാണ്
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കൊരു ഇന്ത്യ രാജ്യത്തിലെ ഇപ്പോ കേരളത്തിൽ വ്യക്തികൾക്ക് ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം വിവരങ്ങൾ അവർ നൽകുന്നു. എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എങ്ങനെയാണ് ഇതിലൊരു വിവാദം കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ കാലത്തെ കുട്ടികളൊക്കെ അത് വിവാദമാവുന്നത് എന്താണെന്ന് വെച്ചാൽ 2023 രാജ്യത്ത് ഒരു നിയമമുണ്ട്, സർക്കാരിന്റെയും അത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്. 2025 അതിന് റൂള് ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാൾ കൈമാറാൻ പാടില്ല. അങ്ങനെ മറ്റിടത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പിണറായി ചെയ്യുന്നത് നിയമപരമാവുന്നില്ല. അല്ല, മറ്റൊരാൾക്കല്ലല്ലോ. ഇതിപ്പോൾ നിങ്ങൾ കേട്ടാത്തൊന്നും എന്താ, പിണറായി വിജയൻ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ വാങ്ങി പിണറായി വിജയൻ്റെ വ്യക്തിപരമായ ഫോണിൽ നിന്ന് അങ്ങനെയല്ലല്ലോ മെസ്സേജ് വന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭരണത്തലവനാണ്. എല്ലാ സർക്കാർ ജീവനക്കാരുടെയും തലവനായി നിൽക്കുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം. ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്, സർക്കാർ ജീവനക്കാർക്ക് അയക്കുന്നത് എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കുക? ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ സാധനം ഉപയോഗിച്ച് മറ്റൊരു ഏജൻസി ചോദ്യം, ആ മെസ്സേജ് ഏതെങ്കിലും ഭരണ നടപടിയുടെ ഭാഗമാണോ? ഒറ്റ നിമിഷം നിതിൻ, ആ മെസ്സേജ് വാട്സാപ്പ് വഴി അയക്കുന്നത് ഏതെങ്കിലും ഭരണ നടപടിയുടെ ഭാഗമാണോ? ഭരണ നടപടിയുടെ ഭാഗമായി കൈക്കൊണ്ട ഒരു കാര്യം അക്നോളജ് ചെയ്യുകയാണോ? ആൾക്കാരെ അറിയിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ ആ മെസ്സേജിന്റെ ഉദ്ദേശം എന്താണ്? പബ്ലിക് റിലേഷൻ അല്ലേ? അല്ല, ആണല്ലോ. കേരളത്തിൻ്റെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം, സർക്കാർ ജീവനക്കാരുടെ DA ഉണ്ടായിട്ടുള്ള വർധനവും അവർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളെയും അത് സമയബന്ധിതമായി ഇന്ന മാസം മുതൽ നിങ്ങൾക്കത് വാങ്ങാൻ കഴിയും, ആ ഉറപ്പ് ഈ സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നു എന്ന് പറയുന്ന വിവരം നൽകുന്നത് ഏത് തരത്തിലാണ് ഒരു വിവാദത്തിന് അല്ലെങ്കിൽ ഈ കരുതൽ തുടരും എന്നൊക്കെ ഏതെങ്കിലും സർക്കാർ കമ്മ്യൂണിക്കേയിൽ നിതിൻ കണ്ടിട്ടുണ്ടോ? നിതിൻ, ഈ കരുതൽ തുടരും, ഈ കരുതൽ തുടരുമെന്ന് ഏതെങ്കിലും സർക്കാർ കമ്മ്യൂണിക്കേയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു അക്നോളജ്മെന്റ് നോട്ടീസിൽ കാണാമോ? സർക്കാർ പേപ്പറിൽ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്ക് കാണാമോ? അത് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷന് വേണ്ടി ജീവനക്കാരെ സ്വകാര്യ നമ്പർ ഉപയോഗിച്ചു എന്നുള്ളതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അല്ല അജിംസെ, നിങ്ങൾ എന്തിനാണ് ഇതിനെ PR ആക്കി? അല്ലെങ്കിൽ അങ്ങനെ സർക്കാരിന്റെ ഒരു കാര്യം ജീവനക്കാരന് ഒരു കാര്യം അറിയിക്കുന്നു. അല്ല അജിംസെ, ഞാൻ പറഞ്ഞത് സർക്കാർ എടുത്ത ഒരു നടപടി സർക്കാർ ജീവനക്കാരനെ അറിയിക്കുന്നതിന് ഈ സംവിധാനം ഉപയോഗിക്കുന്നതിൽ എന്ത് പിശകാണ് താങ്കൾ കാണുന്നത്? എന്താണ് അതിലെ കുഴപ്പം? സർക്കാർ എടുത്ത ഒരു തീരുമാനം എല്ലാ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ മെസ്സേജ് വഴി അയക്കുന്നു. അതിൽ താങ്കൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ ബന്ധപ്പെടണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. താങ്കൾ പറഞ്ഞതിൽ നമുക്ക് കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കാം. സർക്കാർ എടുത്ത ഒരു തീരുമാനം സർക്കാർ ജീവനക്കാരെ അറിയിക്കുന്നതിന് ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ശമ്പളം വരുമ്പോൾ അതിനോട് സാലറി സ്ലിപ്പ് വരും, അല്ലെങ്കിൽ ശമ്പളം അയച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി വരും. ഒരു ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന അലവൻസ് അനുവദിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റിയോടൊപ്പം ഈ മാനേജ്മെന്റിന്റെ കരുതൽ തുടരും എന്നൊന്നും പറയാറില്ല. അത് പക്ക PR ആണ് ആ വാക്ക്. ഞങ്ങളുടെ സർക്കാർ തുടരും, അതുപോലെ ഈ കരുതലും തുടരും. അത് പബ്ലിക് റിലേഷൻ ആണ്. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം പറഞ്ഞു, അതിൽ എന്താണ് പ്രശ്നം? ആ പ്രശ്നമാണ് പ്രതിപക്ഷ നേതാവ് അതായത് സർക്കാർ ഒരു നടപടി സ്വീകരിച്ചു. അത് സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സർക്കാർ ജീവനക്കാരെ അറിയിച്ചു. അതിന്റെ പേരിൽ വോട്ട് ചോദിക്കുകയോ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും LDF പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് നിതിൻ കണിശ്ശേരി ചോദിക്കുന്നത്. തൗഫീഖ് പറഞ്ഞിട്ടില്ലല്ലോ, അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടോ? ശരി നിതിൻ, തൗഫീഖ് രാജ് ഓഫീസിൽ നിന്നുള്ള മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിമിഷം നിതിൻ, തൗഫീഖ് ഒന്ന് സംസാരിച്ചോട്ടെ. അവസാനിപ്പിക്കാം. ഈ DA നിതിൻ പ്ലീസ്, തൗഫീഖ് ഒന്ന് സംസാരിച്ചോട്ടെ. സർക്കാർ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേൾക്കുന്നുണ്ടോ? തൗഫീഖ് ഒന്ന് സംസാരിച്ചോട്ടെ. നിതിൻ പ്ലീസ്. അതായത് അജിംസെ, ഇത് PR പരിപാടികളുടെ ആനുകൂല്യത്തിൽ മാത്രം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതായിരിക്കും കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ ഇടതു സർക്കാരിനെ വരും കാലം വിലയിരുത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സംശയത്തിന്റെ ആവശ്യമില്ല. അജിംഷ അതിനോട് ഏതാനും ആഴ്ചക്കാലം മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഈ സർക്കാരിന് വലിയൊരു അടി ലഭിച്ചിരുന്നു. അതുകൂടി സൂചിപ്പിച്ച് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതായത് അജിംസിന് അറിയാമല്ലോ, സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി സഖാക്കന്മാരെ കൂട്ടിയുള്ള PR പരിപാടിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇട്ട വിവരം
നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈസിയായി നടത്തുക, അല്ലെങ്കിൽ ലാഭത്തിൽ നടത്തുക എന്നുള്ള ദുരുദ്ദേശമാണ് ഈ സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ഇത് നിയമവിരുദ്ധം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വിധി പ്രസ്താവന നടത്തുന്ന സാഹചര്യത്തിൽ നിയമവിരുദ്ധം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നവകേരള സിറ്റിസൺ സർവേ എന്ന് പറയുന്ന PR സർവേക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അജിംസിനോട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ സർക്കാർ നടത്തുന്ന PR പരിപാടികളുമായി കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് അജിംസിന് അറിയാമല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ കാസർഗോഡ് നിന്ന് ഒരു ജാഥ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ്? നവകേരള യാത്ര എന്നാണ് സർക്കാരിന്റെ പേരിട്ടത്. ഇവർ പൗരപ്രമുഖരുമായിട്ടൊക്കെയാണ് ചർച്ച നടത്തിയത്. എന്താണ് ആ ചർച്ച കൊണ്ടും ആ യാത്ര കൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ച ഗുണം എന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. തൗഫീഖ്, ഈ സർക്കാർ PR നടത്തുന്നതിനെ നിങ്ങൾ എതിർക്കുകയാണോ? ഒരു സർക്കാരിന് അങ്ങനെ ഒരു വകുപ്പുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവര് പണിയണ്ടേ? അജിംസെ, PRD ചെയ്ത പണി PR വർക്ക് മാത്രമല്ലല്ലോ. സർക്കാരിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് വലിയ PR എക്സസൈസ് അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവർ നടത്തുന്നു എന്നതാണ് പ്രശ്നം. അജിംസിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പാണ് ഇവർ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ആളില്ലാ സംഗമം, തട്ടിപ്പ് സംഗമം നടത്തിയത്. അതിന്റെ കോടികളടക്കം ഈ ദേവസ്വം ബോർഡ് സർക്കാരും ചേർന്ന് തട്ടിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാസങ്ങൾക്കപ്പുറത്തേക്ക് കേരള പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനു മുമ്പാണ് അജിംസെ ഇവർ നവകേരള സിറ്റിസൺ സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനായി ഉദ്ദേശിച്ച് മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള PR സ്റ്റണ്ടാണ്, PR എക്സസൈസ് ആണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് കോടതി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അല്ല, ആ കോടതി അത് റദ്ദാക്കാൻ സാങ്കേതികമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് PR എക്സസൈസ് ആണ് എന്നൊറ്റ കാരണത്താലല്ല ഹൈക്കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. എന്റെ ഈ ചോദ്യം, ഇവിടെ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പബ്ലിക് റിലേഷൻ പണി ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല ജീവനക്കാരുടെ പ്രൈവസി ചോറുന്നതാണോ പ്രശ്നം? അജിംസെ, രണ്ടും പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു PR എക്സസൈസ് നടത്തുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അതും സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി ഇവർ CPM-ന്റെ പേരിൽ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് AKG സെന്ററിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് പ്രചാരണം നടത്തട്ടെ, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല, അത് അവരുടെ അവകാശമാണ്. കോൺഗ്രസ് നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് വ്യക്തി വിവരങ്ങൾ ചോരുന്നതും തെറ്റാണ്. അതിനോടൊപ്പം തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി PR എക്സസൈസ് നടത്തുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അജിംസെ, ഇവിടെ അജിംസിനോട് ചൂണ്ടിക്കാട്ടാണ്. അതായത് ഈ സർവേ തൗഫീഖ് വാദിക്കുന്നതിന്റെ നിയമപരമായ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനുണ്ട്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് അതിന്റെ പണി. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ആ വിവരം എത്തിച്ചു. അപ്പോൾ ആ ഒരു പബ്ലിക് റിലേഷൻ പണിയാണ് ചെയ്തത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ചെയ്തത്. ഒരു പക്ഷേ പബ്ലിക് റിലേഷന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിലായിരിക്കും അതിന്റെ ചെലവ് വരിക. എന്റെ ചോദ്യം, സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, അതല്ല, ഇവിടെ പ്രൈവസി ബ്രീച്ചിങ് ആണോ പ്രശ്നം? അതാണ് എന്റെ ചോദ്യം. PR എക്സസൈസ് അജിംസിന്റെ തന്നെ ചോദ്യത്തിൽ കുറച്ച് മുമ്പുണ്ടായിരുന്നു. കരുതലുള്ള സർക്കാർ എന്നടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടോ? സർക്കാർ ചെയ്ത വിവരങ്ങൾ അവരെ അറിയിക്കട്ടെ. അതിനാണ് PRD ഉള്ളത്. PRD വഴി സർക്കാർ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്, അവർ ചെയ്യട്ടെ. അതിനപ്പുറത്തേക്ക് ഗുരുതരമായിട്ടുള്ള രീതിയിൽ ഈ സർക്കാർ ജീവനക്കാരുടെ അടക്കം ഈ ക്ഷേമ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റിയത് അടക്കമുള്ള ഡീറ്റെയിൽ ചോർത്തിക്കൊണ്ട് സ്പാർക്ക് അടക്കമുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന്, സർക്കാർ സംവിധാനങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മോഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ PR എക്സസൈസ് നടത്തുന്ന കാര്യത്തിലാണ് അജിംസ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉള്ളത്. ഞാൻ അതിലേക്ക് വരാം. അതായത് PR പരിപാടിക്കായി 77.42 ലക്ഷം പേരുടെ ഔദ്യോഗിക ഡേറ്റയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും അവസാനം പുറത്തു വന്നില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഡേറ്റ മോഷണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തെറ്റില്ല. ഇത് അജിംസിന് ഞാൻ ഉദാഹരണം പറയാം. അതായത് 2020 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരാളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2020 പറഞ്ഞ ഉത്തരവാണ്. അതിനോടൊപ്പം തന്നെ ഹൈക്കോടതി വെറുതെ അനുമതി വാങ്ങണം എന്നല്ല പറഞ്ഞത്, സർക്കാർ ഫോം ഒപ്പിട്ട് വാങ്ങണം. അനുമതിക്കായി സർക്കാർ ഫോം ഒപ്പിട്ട് വാങ്ങണം എന്നാണ് പറയുന്നത്. 2023 ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ ശേഖരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ അടക്കം ശേഖരിക്കുന്ന ഡേറ്റ മറ്റൊന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ശേഖരിക്കുന്നത് എന്തിനാണ്? ശമ്പള വിതരണം, സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ്.
സ്പാർക്ക് സോഫ്റ്റ്വെയർ ഞാൻ മുൻപ് സൂചിപ്പിച്ചു. സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് അത് ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അല്ലെങ്കിൽ സ്ഥലമാറ്റം അടക്കമുള്ള ഒഫീഷ്യൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട ഡേറ്റ എന്തിനാണ് ഇത്തരത്തിലുള്ള TA DA അടക്കം നൽകി എന്നതിന്റെ പേരിൽ ഒരു പരസ്യ പ്രചാരണത്തിന് PR എക്സസൈസിന് ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അതിനോടൊപ്പം അജിംസിനോട് വളരെ ഗുരുതരമായിട്ടുള്ള 3 വിവരങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സമയം തന്നെ. അതായത് ഇവിടെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്താണ് അജിംസെ അറിയാമോ? ഇവിടെ സർക്കാർ വരും പോകും, ഏത് സർക്കാരുകളാണെങ്കിലും വരികയും പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാർച്ച് മാസത്തിനപ്പുറത്തേക്ക് ഒരു UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ട്. ഈ മുഖ്യമന്ത്രി ഓഫീസിലെ സോഷ്യൽ മീഡിയ ജീവനക്കാർ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത് അജിംസിനെ അറിയാമല്ലോ, കരാർ ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർ സ്വാഭാവികമായിട്ടും സർക്കാരുമായും ഭരിക്കുന്ന പാർട്ടിയുമായും ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ കരാർ ജീവനക്കാരായി മുഖ്യമന്ത്രി ഓഫീസിൽ നിയമിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാറി വന്ന സർക്കാരിനോടോ ഇല്ലെങ്കിൽ മറ്റു സർക്കാരിനോടോ ഒരു ലയബിലിറ്റിയും ഒരു ഉത്തരവാദിത്വവും ഒരു കമ്മിറ്റ്മെന്റും ഇവർക്കുണ്ടാവുന്ന ഒരു സാഹചര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ നിസ്സാരമായി ഇത്തരത്തിലുള്ള കരാർ ജീവനക്കാർക്ക് ഇത്രയും വലിയ മാസായിട്ടുള്ള ഡേറ്റ കൈകാര്യം ചെയ്യാൻ നൽകുന്നത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അജിംസെ. വിവരാവകാശ നിയമപ്രകാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡാറ്റ ബ്രീച്ചിങ് ഒരു പ്രശ്നം തന്നെയാണ് എന്ന് താങ്കൾ പറയുന്നു. ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന സംവിധാനം ഉപയോഗിച്ച് പബ്ലിക് റിലേഷൻ നടത്തുന്നു. സർക്കാരിന് പബ്ലിക് റിലേഷൻ വേറെ വകുപ്പുണ്ടായിരിക്കും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ പണി നടത്തുന്നു. ഒന്ന്, അതും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ കരുതൽ തുടരും എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒരു സർക്കാർ കമ്മ്യൂണിക്കയിൽ അങ്ങനെ ഉപയോഗിക്കുന്നു. അത് പബ്ലിക് റിലേഷനാണ്, സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള പബ്ലിക് റിലേഷനാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എന്നൊക്കെ ആരോപിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനാപരമായി സ്വകാര്യത, ഭരണഘടനാപരമായി മൗലികാവകാശമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനുവേണ്ടി ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം 2023 2025 ഒരു ചട്ടവുമുണ്ട്. ആ ചട്ടപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ സ്വകാര്യ ഡിജിറ്റൽ വിവരം മറ്റൊരാൾ ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ കൺസെൻറ്റ് വേണമെന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഈ ജീവനക്കാരുടെ കൺസെൻറ്റ് ഇല്ലാതെ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ നമ്പറുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതിന് നിയമവശം എന്താണ്? അത് 100% സത്യമാണ്. കാരണം ഒന്നാമത്തെ പ്രശ്നം അത് തന്നെയാണ്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചാണ് KS പുട്ടസ്വാമി വിധിയിൽ പറഞ്ഞത്. അപ്പൊ അതിന്റെ വയലേഷനാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടും അതിന്റെ 2025 റൂൾസും ഒക്കെ ഉണ്ട്. അതിന്റെ എല്ലാം വയലേഷനാണ്. അതിപ്പോൾ ഹൈക്കോടതിയിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് പരിശോധിക്കപ്പെടും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് അഡ്വക്കേറ്റ് തൗഫീഖ് പറഞ്ഞതിന് ഒരു പടി കൂടി ഞാൻ പറയുകയാണ്. അതായത് ഇത് തീർച്ചയായിട്ടും ഹൈക്കോടതി നവകേരളം പ്രോഗ്രാം അത് ക്വാഷ് ചെയ്തുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞൊരു കാര്യം, ഡേറ്റ പ്രൊട്ടക്ഷൻ മാത്രമല്ല, അതിൽ പറയുന്നത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ വയലേറ്റ് ചെയ്തുകൊണ്ട്, റൂൾസ് ഒക്കെ ഫ്ലൗട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ പണം എടുത്തിട്ട് ഒരു പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ, അത് പാർട്ടിയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് മെഷീനറിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ പുറത്തു കൂടിയാണ് ഹൈക്കോടതി ആ പ്രോഗ്രാം ക്വാഷ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു എന്നൊക്കെ ന്യൂസ് കണ്ടു. അത് ഒരു വശത്ത്. രണ്ടാമത്, ഇതിന്റെ തന്നെ വേറെ രീതിയിൽ ഗവൺമെന്റ് ഡേറ്റ പല ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസേഴ്സ് കൊടുക്കുന്ന ഡേറ്റ അതെടുത്ത് വെച്ചിട്ട് പാർട്ടിയുടെ ഒരു പ്രൊപ്പഗാൻഡ, അപ്പോൾ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല, പക്ഷെ അത് തന്നെയാണ് വേറൊരു അർത്ഥത്തിൽ പറയുന്നത്. ഈ ഗവൺമെന്റ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു, കരുതൽ തുടരുന്നു, അപ്പൊ ഗവൺമെന്റ് തിരിച്ചു വരണമെന്നുള്ള മെസ്സേജ് തന്നെയാണ് പോകുന്നത്. അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത്തരം ആളുകളെ തിരിച്ചറിയുന്നത്? ഈ മുഖ്യമന്ത്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്നു, ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയാണ്. ആ സ്ഥാനത്തിരിക്കുന്നവര്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികള്, അവിടെ നിന്നുണ്ടാക്കുന്ന മന്ത്രിസഭയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ട്രസ്റ്റി എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ നടപ്പാക്കുന്നത് അത് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും ചെയ്യുന്നത് വൺ സൈഡ് ടോക്കാണ്. അവര് മൻ കി ബാത്ത് അത് ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി, നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല. പത്രപ്രവർത്തകരെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കടക്ക് പുറത്തെന്നുള്ള മറുപടിയും, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് മറുപടിയില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷ സഭയിൽ ഉന്നയിക്കുമ്പോൾ ഇന്ന് മന്ത്രി പി രാജീവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് മോദിയുടെ എത്രയോ മെസ്സേജുകളാണ് നിങ്ങൾക്ക് വരുന്നത്, അപ്പോഴൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല, കോൺഗ്രസിന് പ്രശ്നമില്ല.
പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ്. പ്രശ്നമുണ്ട്. നമ്മുടെ മൊബൈലിലേക്ക് മോദിയുടെ മെസ്സേജ് വരും, റിസർവ് ബാങ്കിന്റെ സംസ്ഥാന സർക്കാരിന്റെ മെസ്സേജ് വരുമ്പോൾ എന്ത് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. സർക്കാരിന്റെ മിഷനറിയെ ദുരുപയോഗം ചെയ്യുന്നത് കേന്ദ്രത്തിലെ മന്ത്രിസഭ ചെയ്യുന്ന അതിന്റെ തന്നെ ഒരു പതിപ്പല്ലേ കേരളത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു മന്ത്രിസഭയെ നമ്മുടെ ഭരണകർത്താക്കളെ വിലയിരുത്താനുള്ള ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ വയലേഷൻ കൂടിയാവും. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വന്നിട്ടില്ല. നിലവിൽ വരുന്നതിന് മുമ്പ്, ഇപ്പോൾ അത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ രീതിയിൽ തിരിച്ച് ആലോചിക്കേണ്ടത് പ്രധാന പ്രതിപക്ഷ കക്ഷികൾക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാനുള്ള അവസരം ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആർക്കാണ് അപ്പർ ഹാൻഡ് കിട്ടുന്നത്? ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അവരുടെ അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് മിഷനറി ദുരുപയോഗം ചെയ്യുകയാണ്. ഇതും ഹൈക്കോടതി സ്റ്റേ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് ഡാറ്റാ പ്രൊട്ടക്ഷന്റെ വയലേഷനാണ്. രണ്ടാമത്തേത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് മിഷനറിയെ. അത് വളരെ വ്യക്തമാണ്. ഇത് ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു മെസ്സേജ് അല്ല, പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മെസ്സേജ് ആയിട്ടാണ് അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ശരി, ശ്രീ MS ഇർഷാദ്, ഇവിടെ സർക്കാർ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ വോട്ടഭ്യർത്ഥിക്കുകയോ ഡയറക്റ്റായിട്ട് വോട്ടഭ്യർത്ഥിക്കുകയല്ല, ഈ DA DR കുടിശ്ശികയൊക്കെ അനുവദിച്ചു എന്ന വിവരം അറിയിക്കുക മാത്രമാണ്. അത് സർക്കാരിൻ്റെ ഒരു കരുതലിൻ്റെ ഭാഗമാണെന്ന് ഒരു നല്ല ഭാഷയിൽ, മാനുഷികമായ ഭാഷയിൽ അറിയിക്കുക മാത്രമാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർക്ക് സന്തോഷമല്ലേ തോന്നുക? അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനാണ്. സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളൊന്നും തന്നെ വകവെച്ചു കൊടുക്കാത്ത ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ ഭരിക്കുമ്പോൾ, ആ 10 വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ ക്ഷാമബത്ത അനുവദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് 5 ഗഡു അല്ലെങ്കിൽ 10% ക്ഷാമബത്ത അനുവദിച്ചിരിക്കുന്നു, നിങ്ങളുടെ HBA പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ പ്രീണിപ്പിക്കുവാനുള്ള ഒരു തരം നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തരാതെ ഈ പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ ഓരോ ഗഡുഡിയെയും, ആദ്യത്തെ ഒരു ഗഡുഡിയെ 39 മാസം, രണ്ടാമത്തെ ഗഡുഡിയെ 39 മാസം, മൂന്നാമത്തെ ഗഡുഡിയെ 39 മാസം, നാലാമത്തെ ഗഡുഡിയെ 37 മാസം, 33 മാസം, 31 മാസം, 26 മാസം ഇങ്ങനെ വൈകിപ്പിച്ച സർക്കാർ ആ സർക്കാരിനോട് ജീവനക്കാരോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഒരു തിരുത്തൽ നടപടിയാണോ അല്ലെങ്കിൽ അപ്പീസ് ചെയ്യുന്ന ജീവനക്കാരനെ അപ്പീസ് ചെയ്യുവാനുള്ള ഒരു നടപടിയാണോ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഞങ്ങളിത് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ ചോദിച്ചതിനൊരു ഉത്തരമുണ്ട്. എന്തിനാ ഇത്തരത്തിൽ ഈ സർക്കാർ ചെയ്ത കാര്യം ഇങ്ങനെ അറിയിക്കുന്നത്? സർക്കാർ ചെയ്ത കാര്യം അറിയിക്കുവാൻ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് വന്നാൽ തന്നെ ജീവനക്കാർക്കെല്ലാം മനസ്സിലാവും, ഇതാ DA വന്നിരിക്കുന്നു, ആ DAക്ക് കുടിശ്ശികയില്ല. ജീവനക്കാരന് 2,20,000 രൂപ മുതൽ 14 ലക്ഷം രൂപ വരെ സർക്കാർ ജീവനക്കാരന് ഈ ഒരൊറ്റ ജീവയിലൂടെ നഷ്ടപ്പെട്ട കാര്യം മറച്ചു വയ്ക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു സൗജന്യം എന്നുള്ള തലത്തിൽ, ഔദാര്യം എന്നുള്ള തലത്തിൽ, അവകാശമല്ല എന്നുള്ള തരത്തിൽ കൊടുത്തിരിക്കുന്നു. ഞങ്ങളിതാ സന്തോഷിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ, ആനന്ദിപ്പിൻ എന്നാണ് സർക്കാർ പറയുന്നത്. ക്ഷാമബത്ത സർക്കാർ ജീവനക്കാരുടെ അവകാശമാണ്. സർക്കാർ ജീവനക്കാരുടെ അല്ല, ജീവനക്കാരുടെ അവകാശമാണ്, തൊഴിലാളികളുടെ അവകാശമാണ് എന്ന് സുപ്രീം കോടതി വരെ ഈ അടുത്ത കാലത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ ഉയർത്തിപ്പിടിച്ച വിധി നിലനിൽക്കെ തന്നെയാണ് ഇവിടെ സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷാമബത്ത എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരൻ്റെ നിയമപരമായ അവകാശമല്ല എന്ന്. അങ്ങനെ നിയമപരമല്ലാത്ത അവകാശമാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത് വിശേഷിപ്പിച്ച വിഷയത്തിൽ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് പറഞ്ഞ ഒരു സന്ദേശം ജീവനക്കാരന് കൊടുക്കേണ്ടി വന്നത്? ഇത് വെറുതെ PRD വഴി അല്ലെങ്കിൽ ഈ ജിയോ ഇറങ്ങുമ്പോൾ തന്നെ ജീവനക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ആ കിട്ടുമ്പോഴും അതിൽ നിന്നും വലിയ കവർച്ചയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ കവർച്ചയൊക്കെ മറച്ചു വെച്ചു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. 5 വർഷക്കാലം ഭരിക്കുന്ന ഒരു സർക്കാർ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ശമ്പള പരീക്ഷണം നടപ്പിലാക്കാതെ ഇറങ്ങിപ്പോകുന്നത്. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടണം.
ആ ഭാഗമൊക്കെ തന്നെ സർക്കാർ ജീവനക്കാരൻ മറക്കണം. ഇത്തരം വിവാദമുണ്ടാക്കി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത രീതിയിലേക്ക് സർക്കാർ അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ മെഷീനറി ദുരുപയോഗം ചെയ്തുകൊണ്ട് യാതൊരു തലത്തിലും അംഗീകരിക്കുവാൻ കഴിയാത്ത ഡേറ്റ ചോർച്ച സർക്കാർ നേരിട്ട് നടത്തിയിരിക്കുന്നു. ശരി, നിതിൻ കണിച്ചേരി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡാറ്റാ ബ്രീച്ചിങ് ആണ്. ഇപ്പോൾ നമുക്ക് റിസർവ് ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നു, മോദിയുടെ മെസ്സേജ് വരുന്നു. ഇതിൽ പലതും കൺസെൻറ്റ് ഉള്ളതും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല ആപ്പുകളും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ കൺസെൻറ്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനുള്ളത്. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചും ആ കൺസെൻറ്റ് നമ്മൾ പാൻ കാർഡ് എടുക്കുമ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ അതിൽ വ്യക്തതയില്ല. മോദി സർക്കാരിൻ്റെ മെസ്സേജുകളും ഈ ബെനിഫിഷ്യറിക്ക് വരുന്നുണ്ട്. അതും നിയമപരമാണോ അല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ നിയമപരമല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിൽ കൺസെൻറ്റ് ഇല്ല. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ അത് ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവരുടെ കൺസെൻറ്റോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയാനെങ്കിലും സർക്കാരിന് കഴിയേണ്ട ഇതിൽ. ശരി, അത് നിയമപരമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ തൗഫീഖ് ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയമായി അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണല്ലോ ശ്രീ തൗഫീഖ് ഈ ചർച്ചയിൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ന് വരെ പ്രധാനമന്ത്രിയുടെ മെസ്സേജ് വന്നപ്പോൾ കോൺഗ്രസ്സിന് എന്തെങ്കിലും അല്ലലുണ്ടായിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നോ? ഈ നാട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് എന്തെല്ലാം പദ്ധതികളെക്കുറിച്ച് ഏതെല്ലാം നിലയിലുള്ള മെസ്സേജുകൾ നമുക്കെല്ലാം കിട്ടി. നമ്മുടെ എല്ലാം വാട്സപ്പുകളിലേക്കും ഫോണിലേക്കും മെസ്സേജിലേക്കും എല്ലാം വന്നു. ഏതെങ്കിലും ഒരിടത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഈ തൗഫീഖിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ വക്താക്കളോ ആരെങ്കിലും പറഞ്ഞോ? അപ്പോൾ പറയാതിരിക്കുന്നതിന് കാരണം ഞങ്ങൾ നാളെ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്, അതുകൊണ്ട് BJP-ക്കാരെ വല്ലാതെ പിണക്കാൻ കഴിയില്ല എന്നുള്ള സമീപനം കൊണ്ടായിരിക്കും കോൺഗ്രസ്സുകാർ പറയാതിരിക്കുന്നത്. ഇനി അദ്ദേഹം ഇവിടെ ചർച്ചയിൽ ആക്ഷൻ കൗൺസിലിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഇർഷാദ് ഇവിടെ പറഞ്ഞു, അദ്ദേഹം സർക്കാർ സർവീസിൽ വന്ന് കുറച്ചു കാലമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കപ്പെട്ട കാലമേതാ? താങ്കളിരിക്കുന്ന തിരുവനന്തപുരത്ത് AK ആന്റണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് പോയി സംസാരിച്ച് നോക്കണം. കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണല്ലോ, കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവ് കൂടിയാണല്ലോ താങ്കൾ. ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും അവരുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും ചെയ്ത് കോൺഗ്രസ് ഭരണകാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, AK ആന്റണിയുടെ കാലത്താണ്, കോൺഗ്രസിൻ്റെ കാലത്താണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. കേരളത്തിലെ ജീവനക്കാരെ ഇത്രയധികം കണ്ണീര് കുടിപ്പിച്ച അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിന് ചിലവ് കഴിയാൻ പോലും കഴിയാത്തതുപോലെയുള്ള വെട്ടിക്കുറവ് വരുത്തിയത് കോൺഗ്രസിൻ്റെ കാലത്താണ്. അതൊന്നും കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മറന്നിട്ടില്ല. സർക്കാർ നൽകുന്ന കരുതലാണ്. ഒരു വാക്ക് മുഖ്യമന്ത്രിയുടെ മെസ്സേജിന്റെ അവസാനമുണ്ട്, പറഞ്ഞ വാക്കാണ് ഉറപ്പ്. അല്ല അജിത്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എന്നിട്ട് താങ്കൾ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. എല്ലാത്തിനും ഞാൻ മറുപടി പറയാം. പറഞ്ഞ വാക്കാണ് ഉറപ്പ് സർക്കാർ ജീവനക്കാർക്ക്. പിന്നെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്താ? സർക്കാർ ജീവനക്കാർക്ക് ഇത് കൊടുക്കണ്ട എന്നാണോ? സർക്കാർ ഇത് അവസാന സമയത്തിലേക്ക് എത്തുകയാണ്, അതുകൊണ്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണോ? നിങ്ങൾ അങ്ങനെയൊന്നും മനപ്പായസം ഉണ്ണണ്ട. ഈ സർക്കാർ തന്നെ വരും, ഒരു സംശയവുമില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഈ കേരളത്തിലുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് മുഴുവൻ പൂച്ച പെറ്റ് കിടക്കുകയാണ് കേരളത്തിന്റെ ഖജനാവിൽ എന്ന് പറഞ്ഞതല്ലേ? സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്തയും അതുപോലെ തന്നെ ഈ കുടിശ്ശികയും എല്ലാം അനുവദിച്ചപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അതിന് മറുപടി കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ? അത് സർക്കാർ ജീവനക്കാർക്ക് നേരിട്ട് പറയാനുള്ളൊരു മാർഗം ഉപയോഗിച്ചു എന്നത് എവിടെയാണ് തെറ്റുവരിക? ഇവിടെ അഡ്വക്കേറ്റ് അഭിഭാഷകരായിട്ടുള്ള ശ്രീ പ്രശാന്ത് ഇവിടെ പറഞ്ഞു ഇത് നിയമത്തിന്റെ ലംഘനമാണ്. എന്താ DPDP ആക്ടിൽ പറയുന്നത്? എന്താ ഈ കൺസെന്റ് വാങ്ങുന്നതിന് വേണ്ടി ഏതുവരെ സമയം അനുവദിച്ചിട്ടുണ്ട്? ഇതിന്റെ ചട്ടങ്ങളും റൂളും ഉണ്ടാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ, അദ്ദേഹം അഭിഭാഷകനാണല്ലോ, ഈ ചർച്ചയിൽ അതുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇത്തരം കൺസെന്റ് വാങ്ങുന്നതിന് ഏത് കാലം വരെ അല്ലെങ്കിൽ ഈ നിയമത്തിൽ, ആ നിയമത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്ന ഒരാളൊന്നുമല്ല ഞങ്ങൾ, LDF അനുകൂലിക്കുന്നില്ല. ഒരുപാട് പിഴവുകളും മറ്റുമൊക്കെയുള്ള നിയമമാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളതെന്ന അഭിപ്രായമാണ്. എന്നാൽ ആ നിയമത്തിൽ ഈ പറയുന്ന കാര്യത്തിന് കൺസെന്റ് വാങ്ങണം അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ എവിടെയാണ് അതിന്റെ സമയം ഏതുവരെ കൊടുത്തിട്ടുണ്ട് അതുകൂടി അദ്ദേഹം പറഞ്ഞാൽ നന്നാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ, ഇത് അല്ല അദ്ദേഹം പറഞ്ഞ ആക്ഷേപം എന്ന് പറയുന്നത് ഇത് PR സംവിധാനത്തിന് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് ഇതിൽ രാഷ്ട്രീയ പ്രചരണം? ഏതാ? സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക തീർത്തു കൊടുത്തു, ആ വിവരം സർക്കാർ ജീവനക്കാരെ അറിയിക്കാൻ നേരിട്ടൊരു മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രചരണമാവുക?
ഞാൻ തുടക്കം മുതൽ പറയുന്നു, ഇത് LDFിൻ്റെയോ മറ്റൊരു പാർട്ടിയുടെയോ പേരിലാണ്, CPIMൻ്റെ പേരിലാണ് ഈ മെസ്സേജ് പോയിരുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ ഏതെല്ലാം മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കും? കേരളത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാ? ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നില്ലേ? കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്നില്ലേ? കേരളത്തിനകത്ത് ഇത്തരം PR വർക്കുകൾ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുള്ള നാടാണ്. ആ നാട്ടിൽ ഇനി ഇത് മാത്രമല്ല, ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്ത ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ പോവാണ്. ക്ഷേമ പെൻഷൻ കൊടുത്ത ആളുകൾക്ക് നേരിട്ട് ഞങ്ങൾ ഈ വിവരം നൽകും. കേരളത്തിലെ കണക്ട് വർക്ക് അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്ന സർക്കാരാണ്. ആ വിവരം ഞങ്ങൾ കൊടുക്കും. കേരളത്തിലെ 35 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകുന്ന സർക്കാരാണ്. ആ വിവരം ഞങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ സർക്കാർ നടപ്പിലാക്കുന്ന ഞാൻ പറഞ്ഞത്, എവിടെയാണ് നിയമത്തിൽ എവിടെയാണ് നിയമലംഘനം നടന്നിട്ടുള്ളത്? അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് CPIMന്റെ ലൈൻ. അക്കാര്യത്തിൽ കോടതി തീരുമാനിക്കട്ടെ നിയമപരമാണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ. ശ്രീ തൗഫീഖ് രാജൻ, ഇവിടെ മോദിയുടെ എത്ര മെസ്സേജ് വരുന്നു? കോൺഗ്രസിന് അതൊന്നും പ്രശ്നമല്ല, പിണറായി മെസ്സേജ് അയച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ, അങ്ങനെയാണോ? കേന്ദ്രം ചെയ്യുന്നതെല്ലാം അതേപടി ആവർത്തിക്കാനാണോ ഈ സംസ്ഥാനത്ത് സർക്കാർ സ്വന്തമായി നിലനിൽപ്പ് ഈ സർക്കാരിനില്ലേ? സ്വന്തമായി അഭിപ്രായമില്ലേ? എതിർക്കപ്പെടേണ്ടതിനെ എതിർത്തിട്ട് തന്നെയുണ്ട്. അതിനകത്ത് മറ്റു സംശയങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എതിർക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായും വ്യക്തമായും എതിർത്ത് തന്നെ മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. ഇവിടെ അജിൻസിനോട് ഞാൻ സാധൂകരിക്കുന്ന ഒരു പ്രതികരണം പറയാം. അതായത് ഇവിടെ കേന്ദ്ര സർക്കാർ 20% ആളുകൾ ദേശീയ അടിസ്ഥാനത്തിൽ 20% ആളുകൾ ശൗചാലയങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം, ഒരു കണക്ക് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ ജെയിംസ് മാത്യു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര സർക്കാർ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഈ കണക്ക് നൽകാൻ ഉത്തരവിടുക ഇല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം അതിന് തയ്യാറാകാതെ മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലടക്കം ആരാണ് കൃത്യമായി ശബ്ദം ഉയർത്തിയത്? അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ ആ മാൽ പ്രാക്ടീസിന് തയ്യാറാവാത്ത ഘട്ടത്തിൽ ആ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കണക്കുകൾ തിരുത്താതെ വന്ന സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥന് വേണ്ടി ഇല്ലെങ്കിൽ ശക്തമായ തലത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ അടക്കം നിലപാടെടുത്ത സംഘടനയുടെ പേര് എന്താണെന്ന് നിതിൻ കണിശ്ശേരി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി അജിൻസിനോട് പറയാം. ഇവിടെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 9.25 വർഷക്കാലം കേരളത്തിലെ സമസ്ത മേഖലകളും തച്ചു തകർത്ത ജനവിരുദ്ധ നയങ്ങളും സമീപനങ്ങളുമായി മുന്നോട്ട് പോയ സർക്കാരിനോട് കേരളം കണക്ക് പുറത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇവർ വലിയ PR സ്റ്റണ്ടും PR എക്സസൈസുമായി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും സംഘപരിവാറിന് തീത വിധേയനായി നിന്ന പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അത് സാധൂകരിക്കുന്ന ഇടപെടലുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് PM ശ്രീ വിഷയത്തിലാകട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന്റെ തലേന്നാൾ ഇവർ സർവകലാശാല VC-മാരുടെ നിയമനത്തിൽ ഗവർണറുമായി നടത്തിയ സെറ്റിൽമെന്റ് ആകട്ടെ, ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കാനുണ്ട്. അതിനപ്പുറത്തേക്ക് അജിൻസിനോട് ഇവർ നടത്തുന്ന ഈ രക്തത്താപ്പിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടാം. അതായത് ഇവർ എന്താ പറയുന്നത്? ഈ TNDA-യുമായി ബന്ധപ്പെട്ട് മാത്രം അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യം ലഭ്യമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അയച്ച മെസ്സേജുകളാണ്. അജിൻസെ അറിയാമോ, IAS IPS IFS ഉദ്യോഗസ്ഥർക്ക് ഇത്തരം മെസ്സേജുകൾ പോയിട്ടുണ്ട്. നിഷേധിക്കാൻ നിതിൻ കണിശ്ശേരിക്ക് സാധിക്കോ? ഈ TNDA അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ TNDA അത് ഈ IAS IPS IFS ഉദ്യോഗസ്ഥർക്ക് ബാധകമാകുമോ? ഇല്ലല്ലോ. അവർക്ക് കേന്ദ്ര നിരക്കിലുള്ള ഉത്തരവാണ് അവർക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ TNDA അടിസ്ഥാനത്തിൽ കേന്ദ്ര നിരക്കാണ് അവർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത് നേരത്തെ തന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഈ TNDA ഒന്നും ബാധകമല്ലാത്ത ആളുകൾക്കും ഈ PR എക്സസൈസിന്റെ ഭാഗമായി മെസ്സേജുകൾ ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്നുള്ളത് വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ഇതിൽ ഏകദേശം 40 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതേ കാരണഭൂതൻ സർക്കാർ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ഏതെങ്കിലും തരത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ, എന്റെ നഗരസഭ അടൂർ നഗരസഭയാണ്, ഈ നഗരസഭയ്ക്ക് കീഴിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ആനുകൂല്യം പറ്റിയ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ
ഈ കാൺപുത്തൻ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അവരുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID അടക്കമുള്ള വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാൻ ഈ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പുകൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പട്ടിക, ആ പട്ടികയും ഈ സർക്കാർ ഇതേ രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അജിംസെ, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോ തനി PR എക്സസൈസിന് വേണ്ടി ഉള്ള ഇടപെടലാണ്, നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ആവശ്യമുണ്ടോ? ഇവർക്ക് രാഷ്ട്രീയം പറയാൻ കഴിയാതെ വന്നപ്പോ കഴിഞ്ഞ 9.25 വർഷക്കാലം ഇവർ വലിയ നടത്തിയ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇവരോട് കടക്കുപുറത്തേക്ക് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോ, സമസ്ത മേഖലകളും എതിരായ ഘട്ടം ഉണ്ടാകുമ്പോ, ഇനി ഏതെങ്കിലും വഴി പിണറായി 3.0 യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ? ആ വഴികളെല്ലാം തേടുകയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ മറ്റൊരു പ്രശ്നമായി മുൻപ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന നവകേരള സിറ്റിസൺ സർവേ അത് പാതിയപ്പോഴാണ് ഇവർ മറ്റൊരു മെസ്സേജുമായി ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ അടക്കം രേഖകളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. എത്രയാണ്? 77.42 ലക്ഷം, 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരുടെയും 5.42 ലക്ഷം സർക്കാർ ജീവനക്കാരുടെയും 10 ലക്ഷം സ്ത്രീ സുരക്ഷാ പെൻഷൻകാരുടെ പേരും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്പാർക്ക് വഴി ഇവർ കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ ഡേറ്റയുടെ സുരക്ഷിതത്വം, അത് പ്രൈവസി എന്നുള്ള കാര്യത്തിൽ കേന്ദ്രമാകട്ടെ, കേന്ദ്ര നിയമമാകട്ടെ, രാജ്യത്ത് നിലനിൽക്കുന്ന കേന്ദ്ര നിയമമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാകട്ടെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പ്രൈവസിക്ക്, സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ശേഖരിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഈ ശമ്പള വിതരണ ആനുകൂല്യങ്ങളും അടക്കമുള്ള ഔദ്യോഗിക കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കറിയാം ഏതാനും കഴിഞ്ഞ വർഷം ഈ സർക്കാർ ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഡേറ്റയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഡേറ്റയുമായി താരതമ്യം ചെയ്ത പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ഘട്ടമുണ്ട്. ഈ ഡേറ്റയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ വിവരം ഇല്ലെങ്കിൽ വ്യക്തികളുടെ വിവരാവകാശ നിയമപ്രകാരം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഈ ഡേറ്റ പുറത്തു പോയാൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രത്യാഘാതം, അത് ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ എന്താണ് വളരെ പ്രകടമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിന്റെ ഡേറ്റ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡേറ്റ മോഷ്ടിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോ സർക്കാർ ജീവനക്കാരുടെ മെസ്സേജ് ആയതുകൊണ്ടാണ് അവർ അതിനോട് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ സാധാരണക്കാരുടെ നമ്പറാണ്, ഇപ്പോൾ പെൻഷനേഴ്സ്, ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ നമ്പറാണ്, അവരത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ സർക്കാർ നമുക്ക് പെൻഷൻ തന്നു, സർക്കാരിൻ്റെ ഒരു PR എക്സൈസിന്റെ ഭാഗം ഒരു പീസ്, അവരത് വായിക്കും, ചിലർ അതിൽ ആകർഷകരാകും, ചിലപ്പോൾ തള്ളിക്കളയും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം, ഈ പെൻഷൻകാരുടേത് ഉൾപ്പെടെ ഫോൺ നമ്പരും സർക്കാരിൻ്റെ പക്കലുണ്ട്. അത് അവർ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പബ്ലിക് റിലേഷനോ ഇനി നാളെ ഏതെങ്കിലും മുന്നണിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിനോ ഉപയോഗിച്ചാൽ ഈ സാധാരണക്കാർ ഇതിനോട് പ്രതികരിക്കാൻ പോകില്ല. അവർ നോക്കുമ്പോൾ അതൊരു സാധാരണ പരസ്യം മാത്രമാണ്. പക്ഷേ ജനവിധിയെ, ജനസമ്മതിയെ സ്വാധീനിക്കും വിധം ഇതുപോലുള്ള ബൾക്ക് മെസ്സേജിങ്, ബൾക്ക് PR വർക്കുകൾ ജനാധിപത്യത്തിന് എത്രമാത്രം അപകടകരമായിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ഇതില് ബേസിക് ആയിട്ട് ഈ CPM പ്രതിനിധി ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ സംശയം എന്താണ്, എപ്പോഴാണ് ഈ റൂൾസ് നിലവിൽ വരുന്നതെന്നാണോ അദ്ദേഹം ചോദിച്ചത്. എനിക്ക് മനസ്സിലായില്ല കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമത്തിന് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും മൗലികമായിട്ടുള്ള അവകാശമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ. അതിൽ മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും ഉൾപ്പെടും. നേരത്തെ ഇതുപോലെ 2020 കോവിഡ് സമയത്ത് ഒരു സ്പ്രിംഗ്ലറിന്റെ ഒരു കേസ് വന്നിരുന്നു. അപ്പൊ ഇപ്പൊ ഈ വീണ്ടും നവകേരള പ്രോഗ്രാം വരുന്നു. അതിനുശേഷം ഈ പ്രോഗ്രാം സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നുള്ള രീതിയിൽ സ്പാർക്ക് എന്നുള്ളതിന്റെ ഫുൾ ഫോം സർവീസ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. അതൊരു ഗവൺമെന്റിന്റെ ഒരു സർവീസ് പേറോളിൽ എടുത്തിട്ട് അവിടെ നിന്ന് നമ്പർ കിട്ടി. ആ നമ്പറിലേക്ക് സർക്കാരിന്റെ സ്കീം പറയുകയാണെങ്കിൽ, സർക്കാരിന്റെ സ്കീം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വെൽഫെയർ സ്കീം അല്ലെങ്കിൽ റേഷൻ ബെനിഫിറ്റ് എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് പറയാനുള്ള അവകാശം എല്ലാ സർക്കാരുകൾക്കും ഉണ്ട്. പക്ഷെ ഇതൊരു PR വർക്കായിട്ട് മാറുന്ന എപ്പോഴാണ്? ഈ ഗവൺമെന്റ് ഇത് ചെയ്തു, ഈ ഗവൺമെന്റ് ഈ പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഇത് ചെയ്തു എന്ന രീതിയിൽ അത് ഞങ്ങളെ വീണ്ടും ഈ കരുതൽ തുടരാൻ ഞങ്ങൾ വീണ്ടും വരേണ്ടത് ആവശ്യമാണെന്നുള്ള രീതിയിൽ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് വരുമ്പോഴാണ്
അത് ഗവൺമെന്റ് മെഷീനറിയെ മിസ്യൂസ് ചെയ്തിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവര് ഒരു പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള പരാതി വരുന്നത്. AKG ഭവൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല. അത് കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ സാധാരണക്കാരുടെ നമ്പറുകൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി കിട്ടും. അതിപ്പോ CPM തന്നെയല്ല, കോൺഗ്രസ് കിട്ടിയാലും പ്രശ്നമല്ലേ? അങ്ങനെ ആളുകളുടെ സ്വകാര്യത PR വേണ്ടി ഉപയോഗിച്ചാലും പ്രശ്നമല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ മൗലികാവകാശത്തെ ധ്വംസിക്കാനായിട്ട് ഒരു നിയമം വേണം. അല്ലാതെ നിയമത്തിന്റെ അഭാവത്തില് എവിടെയാണ് ഈ നിയമം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാം എന്നുള്ള വാദം തെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്നാമത് നമുക്ക് മൗലികാവകാശമുണ്ട്. മൗലികാവകാശം ഒരു ഗവൺമെന്റിന് കളയാൻ കഴിയില്ല. മൗലികാവകാശത്തിലുള്ള കടന്നുകയറ്റമാണെങ്കിൽ കൺസെന്റ് വേണം. ഇപ്പോഴുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസ് വന്നാലും ഇല്ലെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിൽ നമുക്കുള്ള ഒരു മൗലികാവകാശമാണ്. എന്റെ പ്രൈവസിയാണ്. എന്റെ നമ്പർ എന്റെ സമ്മതം ഇല്ലാതെ എടുത്തിട്ട് അതിലേക്ക് ഈ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചട്ടപ്രകാരം തന്നെ കൺസെന്റിന് വേണ്ടി തന്നെയാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ആ റൂൾസിൽ പറയുന്നുണ്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡിനെ പറ്റി. അതെ, അദ്ദേഹത്തിന്റെ ചോദ്യം എനിക്ക് തോന്നുന്നത് CPM പ്രതിനിധിയുടെ സംശയം ഇതൊക്കെ നിലവിൽ വന്നോ എന്നുള്ളതാണ്. പല കാര്യങ്ങൾ റൂൾസ് ചിലതൊക്കെ പല ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് നിലവിൽ വരുന്നത്. ആ നിലവിൽ വന്നാലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ മൗലികാവകാശം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവകാശത്തിലേക്ക് കടന്നുകയറ്റം സാധ്യമല്ല. ആ റൂൾസിന്റെ അഭാവം ഉള്ളതുകൊണ്ട് കടന്നു കയറാമെന്ന് വിശ്വസിക്കാൻ പാടില്ല. തെറ്റാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് പോലെയല്ല ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അവരുടെ സ്കീമിനെ പറ്റി പറയുന്നത് പോലെയുമല്ല. ഈ പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് കണ്ടില്ലേ എന്നാൽ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇലക്ഷൻ, കേന്ദ്രത്തിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുന്നില്ല. ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. നമ്മളത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് വന്നത് കണ്ടതാണ്. ബീഹാർ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ നടന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അത് പക്ഷെ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. കേരള ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് നേരത്തെ മറ്റുള്ളവർ ചെയ്ത് കണ്ടില്ല, അതുപോലെ ഞങ്ങളും ചെയ്യുകയാണെന്ന് പറയുന്ന ഒരു ന്യായമല്ല. കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തടയാൻ പറ്റുന്നിടത്ത് നമുക്ക് തടയേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ജനാധിപത്യത്തിന്റെ അർത്ഥവത്തായ രൂപത്തിൽ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് കിട്ടും. ഭരണത്തിലിരിക്കുന്നവർക്ക് അവർ ചെയ്ത കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നു, പ്രതിപക്ഷത്തിന് ആ അവസരം ഇല്ലാതാകുന്നു. അപ്പോൾ അത് ഗവൺമെന്റ് സ്കീം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഫലപ്രദമായിട്ട് എത്തിച്ചേരണം. അത് ഒരു വശത്തൂടി നടക്കുന്നു. പാർട്ടിയുടെ പ്രചാരണം വേറൊരു വശത്തൂടെ. പാർട്ടിയുടെ പ്രചാരണത്തിനായിട്ട് നമ്മുടെ പ്രൈവസി, നമ്മുടെ പേഴ്സണൽ ഡീറ്റ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഗവൺമെന്റ് മെഷീനറി മിസ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ. ഇത് രണ്ട് വാദങ്ങളും ശരിയാണ്. അത് കോടതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുക. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യാനും ഈ തുടർ നടപടികൾ ഈ നവകേരള പ്രൊജക്ട് പോലെ തന്നെ അത് നിന്നു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശരി, ശ്രീ MS ഇർഷാദ്, അങ്ങ് ആദ്യം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കാതെയാണ് ഈ 5 വർഷം കഴിഞ്ഞ ഒരു സർക്കാർ പുറത്തേക്ക് പോകുന്നതെന്ന്. ഈ ശമ്പള പരിഷ്കരണം ഈ ഘട്ടത്തിൽ ജീവനക്കാർക്ക് എത്രമാത്രം അനിവാര്യവും ആവശ്യവുമാണ്? 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന തത്വം അംഗീകരിച്ചിട്ടുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ ആദ്യമായിട്ട് 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന ഒരു സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതെ ഇറങ്ങിപ്പോകാൻ പോകുന്നു. ഇതുമാത്രമല്ല, 2019 ശമ്പള പരിഷ്കരണം പോലും പൂർണ്ണമായി ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അന്ന് മുതലുള്ള കുടിശ്ശിക ഇതുവരെ ജീവനക്കാരന് നൽകിയിട്ടില്ല. 2019 മുതലുള്ള ക്ഷാമബത്തയുടെ കുടിശ്ശിക ഇതുവരെ ജീവനക്കാരന് നൽകിയിട്ടില്ല. ഇവിടെ പറയുകയുണ്ടായി, ബഹുമാന്യനായ നിതിൻ ഗഡ്കരി പറയുകയുണ്ടായി, മറ്റ് സർക്കാരുകളെക്കാൾ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ശ്രീമാൻ AK ആന്റണിയുടെ സർക്കാരിൻ്റെ കാലത്ത് 30 ദിവസത്തെ ലീവ് സറണ്ടറാണ് അന്നത്തെ സർക്കാരിൻ്റെ നടപടി മൂലം നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് 6 മാസത്തെ 180 ദിവസത്തെ ലീവ് സറണ്ടറാണ് ഇന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടിയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. അന്ന് UDF സർക്കാർ, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരിക്കൽ പോലും DA കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. ഇവിടെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സമരം പോലും ഇല്ല. ഇല്ല, അന്ന് സമരത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഈ ഇവിടെ ഇരിക്കുന്ന ആൾ. രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കവർച്ച ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി അടിപതറാതെ പടപൊരുതിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ. അതുകൊണ്ട് രാഷ്ട്രീയപരമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജീവനക്കാരൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇതുവരെയുള്ള സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ഇത്രയേറെ അവകാശങ്ങൾ കവർ ചെയ്യപ്പെട്ട
തുകകൾ കൊള്ള ചെയ്യപ്പെട്ട മറ്റൊരു സർക്കാരും കേരളത്തിലുണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ക്ഷാമബത്ത അനുവദിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ക്ഷാമബത്തയുടെ മുൻകാല പ്രാബല്യം തരാത്തത് കൊണ്ട് മാത്രം 1,90,000 രൂപ മുതൽ 14 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട ജീവനക്കാരൻ ഈ സംസ്ഥാനത്ത് സർവീസിലുണ്ട്. ശമ്പള പരിഷ്കരണത്തിൻ്റെ പഴയ കുടിശ്ശിക കിട്ടാത്തത് കൊണ്ട് 44,000 രൂപ മുതൽ 2,80,000 രൂപ വരെ നഷ്ടപ്പെട്ട സർക്കാർ ജീവനക്കാരൻ ഇവിടെയുണ്ട്. ഈ മുൻകാല പ്രാബല്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ഗ്രാറ്റുവിറ്റിയിൽ 21% കുറവ് വന്ന ജീവനക്കാരൻ ഇവിടെയുണ്ട്. ടെർമിനൽ സറണ്ടറിൽ 21% കുറവ് വന്ന ജീവനക്കാരൻ ഇവിടെയുണ്ട്. ഇനി ഇവിടെ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് UDF സർക്കാരാണ് എങ്കിൽ അത് പിൻവലിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, പലവട്ടം പല രീതിയിൽ പലപ്പോഴായി പഠിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും പങ്കാളിത്ത പെൻഷനെ പ്രണയിക്കുന്ന രീതിയിൽ, ആ പങ്കാളിത്ത പെൻഷനെ പുൽകുന്ന രീതിയിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ്റെ ഏറ്റവും വികൃതമായ രൂപമാണ് എന്ന് സർക്കാർ ജീവനക്കാരൻ തിരിച്ചറിയുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ജീവനക്കാരനെ ഞങ്ങൾ വലുതെന്തോ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബൾക്ക് മെസ്സേജിങ് സർക്കാർ ജീവനക്കാരനെ നൽകിക്കൊണ്ട് ഒരു പ്രീണനം നടത്തി സർക്കാർ ജീവനക്കാരനെ എങ്ങനെ കയ്യിലെടുക്കാമെന്നാണ് ഈ സർക്കാരിൻ്റെ ആലോചനയിലുള്ളത്. ഇത് ആസൂത്രിതമായിട്ടുള്ള കൊള്ള ഒരു വശത്ത് LDF സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ജീവനക്കാരനെ ആ രീതിയിലല്ല എന്ന് വരുത്തി തീക്കുവാനുള്ള PR വർക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അത് തികച്ചും തെറ്റാണ്, നിയമവിരുദ്ധമാണ്. ഞങ്ങളുടെ ഡേറ്റ ഇങ്ങനെ മാറ്റി ചോർത്തിയെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് എടുക്കുന്ന, അതും വസ്തുതാപരമായ കാര്യങ്ങൾ പോലും മറച്ചു പിടിച്ചുകൊണ്ട് അവാസ്തവമായ കാര്യങ്ങൾ അതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഈ മെസ്സേജിങ് നടത്തുന്നത്. ഒരു കരുതലും ഈ സർക്കാർ ജീവനക്കാരോട് ഈ സർക്കാരിനുണ്ടായിട്ടില്ല, ഒരിക്കലും ഒപ്പമുണ്ടായിട്ടില്ല. ഒപ്പമില്ലായിരുന്ന, കൂടെ നടന്ന് ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിക്കുന്ന ഒരു സർക്കാരിന്റെ നടപടിയാണ് സർക്കാർ ജീവനക്കാരൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതിൻ ഇർഷാദിന് മറുപടി. അല്ല, അദ്ദേഹം പറഞ്ഞ ഒന്നും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ താങ്കൾ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ബന്ധമുള്ള ആൾ ആയിരിക്കുമല്ലോ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും വാങ്ങുന്ന ശമ്പളവും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജീവനക്കാർക്കും അധ്യാപകർക്കുമെല്ലാം ലഭിക്കുന്ന ശമ്പളവുമൊക്കെ താങ്കളൊന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനെന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. താങ്കൾ തന്നെ പറഞ്ഞ ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച, ഈ നാട്ടിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ വലിയ തുകകൾ കൊടുത്തത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് താങ്കൾ ഇങ്ങനെയൊന്നും പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഗുണമാവില്ല എന്ന് സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ മനസ്സിലാക്കണമെന്നൊരു വിനീതമായ അഭിപ്രായം കൂടി എനിക്കുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഡാറ്റ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരണത്തലവനാണ്. എല്ലാ വകുപ്പുകളുടെയും ചുമതലയുള്ള കേരളത്തിൻ്റെ ഭരണത്തലവനായി കേരളത്തിൻ്റെ ജനം തെരഞ്ഞെടുത്തിട്ടുള്ള, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരിൻ്റെ തലവനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് എന്തിനാണ് ഡാറ്റ മോഷ്ടിക്കേണ്ട കാര്യം? എന്താ? നേരത്തെ ശ്രീ പ്രശാന്ത് അല്ല അജിംസ്, കൺസെന്റ് വളരെ പ്രധാനമാണ്. അല്ല അജിംസ്, അതാണ് അജിംസിന്റെ മുമ്പിൽ മീഡിയ അജിംസിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം അജിംസ് എടുക്കുന്നത് എങ്ങനെയാ മോഷണമാവുക? ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ അംഗീകരിക്കാം. എന്റെ പ്രൈവറ്റ് നമ്പർ എടുക്കാൻ ഞാൻ പിണറായിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എടുത്താൽ അത് മോഷണമാണ്. അല്ല നിങ്ങളെ പിണറായി അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഞാൻ മുഖ്യമന്ത്രി എന്നല്ല, പ്രധാനമന്ത്രി മോദിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്റെ പേഴ്സണൽ നമ്പർ എന്റെ പ്രൈവസിയാണ്. ഞാൻ കൊടുത്താൽ മാത്രമേ അയാൾക്ക് അറിയിക്കുകയാണ് ചെയ്തത്. എന്റെ പേഴ്സണൽ നമ്പർ എന്റെ പ്രൈവസിയാണ്. അത് ഞാൻ കൊടുത്താലേ മോദിക്കും പിണറായിക്കും എടുക്കാൻ പറ്റൂ. ഞാൻ പേര് പറയുന്നത് അവർ ഭരണാധികാരികളായതുകൊണ്ടാണ്. അജിംസ് ശരി, ഭരണാധികാരി എന്നുള്ള നിലയിൽ ഭരണപരമായ ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരന് അല്ലെങ്കിൽ അധ്യാപകന് ഈ സർക്കാർ എന്നുള്ള നിലയിൽ ആ കമ്മ്യൂണിക്കേഷൻ, സർക്കാർ ജീവനക്കാരനായതുകൊണ്ടാണല്ലോ അയാൾക്ക് DA കിട്ടുന്നത്. അതാണ് നൽകിയിട്ടുള്ളത്. ആ മെസ്സേജ് അംഗീകരിക്കാം. ഇതിപ്പോ അല്ല അജിംസ്, അല്ല
നോക്കൂ, നിങ്ങൾ പറയുന്നതാണ് തെറ്റാ ജിംസെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഖണ്ഡിച്ചല്ലേ പോകാൻ പറ്റൂ. കേരളത്തിലെ ഭരണത്തലവൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യം സർക്കാർ ജീവനക്കാരെ അറിയിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുക? എവിടെയാണ് ഡാറ്റ മോഷണം നടന്നിട്ടുള്ളത്? അവരുടെ സ്വകാര്യത ലംഘിച്ച് ഇക്കാര്യം അറിയിച്ചു എന്നുള്ളതാണ് ഇവിടെ വിമർശന വിധേയമായ കാര്യം. ഇനി കോടതി തീരുമാനിക്കട്ടെ. നിതിൻ, നന്ദി. നിതിൻ കണിച്ചേരി, തൗഫീഖ് രാജൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, MS ഇർഷാദ്, ഇത്രയും സംസാരിച്ചവരുടെ വേണം.